ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ഉം. അപ്പൊ ഇത്ര നിസ്സാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദി കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 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 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. മാരാരെ കൊണ്ട് ഒരു രക്ഷയില്ല. കുറച്ച് നാൾ മുന്നെയാണ് ഇലക്ഷൻ്റെ സമയത്ത് താനൊരു സാധാരണക്കാരനാണെന്ന് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂലക്കുരുവിൻ്റെ വേദനയെപ്പറ്റി തോരാതെ സംസാരിച്ചത്. ചെറുപ്പത്തിൽ മുളക് കഴിച്ചത് കൊണ്ട് തനിക്ക് മൂലക്കുരുവാണ്, മൂലക്കുരു ഉള്ളത് കൊണ്ട് താനൊരു സാധാരണക്കാരനാണെന്നൊക്കെ പറഞ്ഞത്. അന്ന് മൂലക്കുരുവിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് മാരാർ ഇന്ന് പറയുന്നു പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്, വളരെ നിസ്സാരപ്പെട്ടൊരു പരിപാടിയാണ്. ലോകത്ത് പ്രസവ വേദനയേക്കാൾ വലുത് മൂലക്കുരുവിൻ്റെ വേദനയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മനുഷ്യനായിരിക്കും മാരാരായിരിക്കും. ഇതുപോലെയുള്ള വ്യാളികളെയൊക്കെ മാസാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിരുന്ന കുറേ ആൾക്കാരുണ്ട്. അവന്മാർക്ക് ഇവന്മാരൊന്നും മാസല്ല, വെറും വ്യാളികളാണെന്ന് തിരിച്ചറിയാനുള്ളൊരു സാഹചര്യം ഇത്തവണത്തെ ഇലക്ഷൻ കൊണ്ടുണ്ടായി. അതേതായാലും നന്നായി.